മകന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ആരോപണം. കല്ലറ തുറന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. കാക്കനാട് വാഴക്കാല സ്വദേശി കണ്ണമ്പുറത്ത് വിൻസെന്റ് ജോസഫ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപണത്തെ തുടർന്ന് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചു. വിൻസെന്റ് ജോസഫിന്റെ മൃതദേഹം അടക്കിയ കല്ലറ തുറന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വിൻസെന്റ് ജോസഫിന്റെ മരണത്തിൽ മാതാവായ മെറീന വർഗീസിന്റെ പരാതിയിലാണ് നടപടി. നീര് കുരു ഒരു പരുവുണ്ടെന്ന് എന്നോട് 3-4 ദിവസം പറഞ്ഞു. തൊടയിൽ ഒരു പരുവെന്ന് പറഞ്ഞപ്പോൾ ഞാനത്ര കാര്യമാക്കിയില്ല. പരു ഒന്നെങ്കിൽ ചുങ്ങിപ്പൊക്കോളൂ അല്ലെങ്കിൽ തന്നെ പൊട്ടിപ്പൊക്കോളൂ, അങ്ങനെയാണ് സാധാരണ. ഞാനതുകൊണ്ട് പരുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത്ര കാര്യമാക്കി. 3-4 ദിവസം കഴിഞ്ഞപ്പം നിൻ്റെ പരു മാറിയോടാ, തൊടയിലുള്ള പരു മാറിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു നീര് പോലെ, ഒരു ചെറിയ തളിപ്പ് പോലെ എനിക്ക് തോന്നി. ഞാനിപ്പോൾ എന്നാൽ നമുക്ക് ആസ്പത്രിയിൽ പോകാമെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ വെളുപ്പിന്, നേരെ നല്ലോണം വെളുത്തിട്ടില്ല, ഒരുങ്ങി മെഡിക്കൽ കോളേജിൽ പോകാം, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ നടന്നു, ഞാൻ പെര പൂട്ടി വന്നേക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ഒപ്പം സ്റ്റെപ്പ് ഇറങ്ങി, മുകളിലത്തെ നിലയിലാണ് താമസിച്ചിരുന്നത്. അവൻ സ്റ്റെപ്പ് ഇറങ്ങി ചാടി ഇറങ്ങി എൻ്റെ ഒപ്പം നടന്നു വന്ന് ബസ്സിൽ കയറി തോഷിബയുടെ അവിടെ ബസ് ഇറങ്ങി. അത് കഴിഞ്ഞ് അവിടുന്ന് ബസ് കയറി കളമശ്ശേരി ആസ്പത്രിയുടെ അവിടെ ഇറങ്ങി. ഓട്ടോ പിടിക്കണമെന്ന് ചോദിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നടന്നു ആസ്പത്രി വന്നതാണ്. നടന്ന് ഒ പി കാണിക്കാനാണ് വന്നത്. ഒ പി കാണിച്ചു കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. ഫോൺ പോലും എടുത്തില്ലായിരുന്നു, ഫോൺ വീട്ടിൽ കിടക്കായിരുന്നു. നമ്മൾ ഉച്ചയാകുമ്പോൾ വരുന്നതല്ലേ, ഫോൺ എടുക്കണ്ട, അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞു. ഒ പി കാണിച്ചു കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അതിനിടയിൽ കൂടി ഒരുപാട് പ്രാവശ്യം ചോദിച്ചാൽ കൂടെ ആരുമില്ല, കൂടെ ആരുമില്ല. കൂടെ ആൾ വേണമെങ്കിൽ വിളിച്ചു വരുത്താം, സ്വന്തക്കാരൊക്കെ ഇത്തിരി ദൂരെയാണ്, വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒ പി കാണിച്ച് അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആക്കിയിട്ട് ബ്ലഡൊക്കെ എടുത്ത് പരിശോധിക്കാൻ കൊടുത്ത് ഞാനിതിൻ്റെ എല്ലാം പുറകോടി നടക്കുക. ഇങ്ങനെ ആദ്യമായിട്ടാണ് ആസ്പത്രി ആകുമ്പോൾ. അത് കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞൊരു 4 മണിയൊക്കെ ആകാറായപ്പം എൻ്റെ കയ്യിലൊരു പേപ്പർ കൊണ്ടു തന്നു. ഞാനതിലോട്ട് ശ്രദ്ധിച്ചു പോലുമില്ല, കാരണം ഇത്രയും നിസ്സാര ഒരു കേസല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ എഴുതിയത് എന്താണെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. അതിൽ എഴുതിയിട്ടുണ്ടോ എനിക്കറിയാമല്ലോ, എന്തോ ഒരു 2 വരി പോലെ തോന്നി എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് സർജറി വാർഡിൽ കയറ്റി സർജറി ചെയ്തപ്പോൾ ഇവൻ കിടന്ന് വലിയ വായിലെ കാറുന്ന സ്വരം ഞാൻ കേട്ടു പുറത്ത് നിന്ന്. അപ്പോൾ ഇത് എൻ്റെ മകൻ കിടന്ന് കരയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ലല്ലോ, എനിക്കറിയില്ലല്ലോ എന്നാ ഫ്രണ്ടിലിരുന്ന ആളെന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞൊരു 15 മിനിറ്റ് പോലും സർജറി വാർഡിൽ കിടത്താതെ, പിന്നെ ഐസ് റൂമിൽ കിടത്താതെ വാർഡിൽ കൊണ്ട് കിടത്തി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് പോലും അവിടെ കിടത്തിയിട്ടില്ല, റൂമിൽ കിടത്തിയില്ല. വാർഡിൽ കൊണ്ട് കിടത്തിയിട്ട് ഗ്ലൂക്കോസാണ് നമുക്കറിയില്ല, ഈ മരുന്നിനെ പറ്റിയൊന്നും എനിക്കറിയില്ലല്ലോ. 2 പ്രാവശ്യം എങ്ങാണ്ട് ഓരോ കുപ്പി ഗ്ലൂക്കോസ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു വാർഡൻ വന്നേച്ചിട്ട് ഇങ്ങനെ ഒരു കുപ്പിക്കകത്ത് വെളുത്ത കളറിൽ വെള്ളം, ശരിക്കും വെള്ളം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ സ്പ്രേ അതുകൊണ്ട് അവന് യാതൊരു ഇതില്ലല്ലോ. പക്ഷെ ഈ വേദനയുടെ ഒരു വിഷമം പുള്ളിക്ക് ഭയങ്കരമായിട്ടുണ്ട്, ഭയങ്കര വേദന. അങ്ങനെ എന്തോരം വേദന വന്നാലും സഹിക്കുന്ന എൻ്റെ മകനാണ്. പക്ഷേ കിടന്ന് വലിഞ്ഞു കൂടുമായിരുന്നു ഈ വെള്ളം സ്പ്രേ ചെയ്യുമ്പം. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ്, എനിക്ക് ഈ വെള്ളം മരുന്നൊന്നും വെക്കുന്നില്ല, വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കുപ്പിക്കകത്തൊരു ഇത്തിരി വെള്ളം കൊണ്ട് തന്നെ ഉപ്പുവെള്ളമാണ് ചേച്ചി ഇത് സ്പ്രേ ചെയ്തോളാൻ പറഞ്ഞു. അന്നേരം ഒന്നും തന്നില്ല. ഈ വെള്ളം സ്പ്രേ ചെയ്തത് ആസിഡാണോ എനിക്കൊരു സംശയമുണ്ട്. കാരണം അവൻ്റെ തൊടയെല്ലാം വെന്ത് തൊലിയൊക്കെ ചുരുണ്ട് കൂടിയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്ന തൊടയൊക്കെ. അത് കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് മേടിക്കാനും പറഞ്ഞ് എന്നോട്, ഞാൻ ഒരു 9:30 ആയപ്പോഴാണ് എന്നോട് പറയുന്നത് രാത്രി 3 ആൻറ്റിബയോട്ടിക് മേടിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ സർജറി ചെയ്യാൻ നേരത്ത് ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ ഒ പി കാണിച്ചിട്ട് തിരിച്ചു പോകാൻ വന്നായിരുന്നല്ലോ, പൈസയൊന്നും കരുതിയല്ലല്ലോ വന്നത്. അപ്പോൾ ഈ സർജറിയുടെ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടായി. ഒരു ആൻറ്റിബയോട്ടിക്കേ മേടിച്ചുള്ളൂ, അതെന്നെ കൊണ്ട് തിരിച്ചു കൊടുപ്പിച്ചു. അത് ചെയ്തില്ല. മരണപ്പെടുന്ന വെള്ളിയാഴ്ച വെളുപ്പിന് 4 ദിവസം കിടന്നു. വെള്ളിയാഴ്ച വെളുപ്പിന്. അപ്പം നമുക്ക് യാതൊരു പ്രശ്നം, ശ്വാസം മുട്ടൽ വന്നു ഇടയ്ക്ക്. ശ്വാസം മുട്ടൽ വന്നപ്പോൾ തൊട്ടുകൊണ്ട് രാത്രിയിൽ അവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി, കുറച്ച് വൈകിയാണ് കിടന്നത്. പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്നറിയില്ല. വെളുപ്പിന് എൻ്റെ മകനെ വിളിച്ചിട്ട് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 ദിവസം പുലർച്ചെ 6 ദിവസം പട്ടിണി കിടന്ന്
എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. എനിക്ക് നിർബന്ധിച്ചൊന്ന് കൊടുക്കാൻ എൻ്റെ മനസ്സിന് എന്താണെന്ന് പറ്റിയെന്നറിയില്ല. വെള്ളം പോലും കുടിച്ചില്ല. അപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് ഇവനെന്താ ഈ ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നത്. എന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് പിന്നെ അന്നേരം ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് സംസാരിച്ചു. പിന്നെ ആൾ സംസാരിച്ചിട്ടില്ല. ഈ വെപ്രാളം കാണിച്ചിട്ട് ആളങ്ങോട്ട് താഴെ ഇരുന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ കയറിയതേ ഉള്ളൂ. അപ്പം തന്നെ ഇറങ്ങി താഴെ ഇരുന്നിട്ട് ഭയങ്കര ഒരു വെപ്രാളമാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് എന്നെ ഒന്ന് നോക്കി പുറകോട്ട് മറിയാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ചാടി ഇങ്ങനെ പിടിച്ചു. അപ്പോഴാണ് ഇത് സീന് ഭയങ്കര ഇതൊരു സീനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ചാടി പിടിച്ചിട്ട് ഞാൻ കിടന്ന് കാറിയപ്പോൾ എല്ലാവരും ഓടി വന്ന് പിടിച്ച് താഴെ കിടത്തിയിട്ട് ബെഡേ കൊണ്ട് കിടത്തി. എല്ലാവരും കൂടി ബെഡേ കൊണ്ട് കിടത്തിയിട്ട് ചുറ്റിനും നിന്ന് നെഞ്ചിനിട്ട് ഇടിക്കാൻ തുടങ്ങി. നെഞ്ചിനിട്ട് വെള്ളം ചോദിച്ചാണോന്ന് എനിക്കറിയില്ല. വാ വിളിച്ചിട്ട് അവന് സംസാരിക്കാൻ പറ്റിയില്ല. നെഞ്ചിനിട്ട് ഇടിച്ച് ഐസ്ക്രീമിലോട്ട് കൊണ്ടുപോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചെന്ന് പറഞ്ഞു. അവിടെയും കൊണ്ട് എന്നാ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു മരുന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവന് ആ സമയത്ത് ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ എന്താ അസുഖമെന്ന് പറയാൻ അവർക്ക് ഒരു യോജിപ്പില്ലാത്ത രീതിയിലാണ് മറുപടി വരുന്നത്. ഒരാളോടൊന്ന് പറയും, മറ്റൊരാളോട് വേറെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് എന്താ പറയുക, ഈ പരാതിയും കൊടുത്ത് അപേക്ഷയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞപ്പം ഇവർ ലോകത്തില്ലാത്ത അസുഖങ്ങളൊക്കെ മകൻ ഇങ്ങനെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മരണപ്പെടും എന്നുള്ള രോഗം കണ്ടാൽ ചെന്നത് ഇവൻ മരണപ്പെട്ടു പോകും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം ഡോക്ടർമാർക്കുണ്ടെങ്കിൽ ഇവനെ സർജറി ചെയ്തിട്ട് വാർഡിൽ കൊണ്ട് കിടത്തിയെന്ന്. അതെ, അതാ സംശയം. ഏറ്റവും വലിയ സംശയം അവിടെയാണ്. പിന്നെ ഈ ഉപ്പുവെള്ളം സ്പ്രേ ചെയ്തത് എന്താണെന്ന് ആർക്കറിയാം. എൻ്റെ തോടയെല്ലാം അങ്ങോട്ട് തൊലിയെല്ലാം ചുരുണ്ടുകൂടി നല്ല യാതൊരു കുഴപ്പമില്ലായിരുന്നു. തോടെ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അതോ ആ പ്രൈവറ്റ് ഭാഗം എല്ലാം വെട്ടി കീറി മുറിച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ നീരും കൊണ്ട് ചെന്നിട്ട് ഇത്രയും വലിയ ശോഭകേടൻ്റെ മകനെ ചെയ്യാൻ. അതെ, പരാതിയൊന്നും കൊടുത്തില്ല എന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്നു. അത് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല, നമ്മൾ ആവശ്യപ്പെട്ടില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ സംശയം വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമായിരുന്നു അല്ലേ? എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ മകനോ പോയി അന്നേരത്തെ ആ ചിന്ത എനിക്ക് തോന്നിയത് മകന് കുഞ്ഞ് മകൻ്റെ ശരീരം വെട്ടിമുറിക്കുമ്പോൾ കൂടെ ഓർക്കുമ്പോഴത്തേനും അത് സഹിക്കാൻ പറ്റില്ല എന്നോർത്ത് ആ ഒരു ചിന്തയാണ് ആ സമയത്ത് എനിക്ക് വന്നത്. പിന്നെയാണ് എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഓരോ കാര്യങ്ങളിങ്ങനെ ഇവൻ മരിക്കേണ്ട ഒരു അസുഖം കൊണ്ടല്ലല്ലോ ആസ്പത്രിയിൽ പോയത്. എൻ്റെ മകൻ എന്താ പറ്റിയത് ഇങ്ങനൊരു ചിന്ത പെട്ടെന്ന് വന്ന് എല്ലാം ഇങ്ങനെ ഓർമ്മയിൽ വന്നിട്ട് ഞാൻ പരാതി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഇപ്പം നമ്മൾ കരുതുന്നത് ഈ ചികിത്സയിൽ വന്ന പിഴവ് കാരണമായിരിക്കാം മകന് ഇങ്ങനെ സംഭവിച്ചതെന്നാണോ? ചികിത്സയിൽ വന്ന പിഴവ് കാരണമായിരിക്കാമെന്നും പിന്നീട് എനിക്ക് അല്ലാതെ കൊണ്ട് കുറേ ദുരൂഹതകളൊക്കെ ഉണ്ട് ശരിക്കും. അത് ഈ പോസ്റ്റ്മോർട്ടത്തിലൊന്നും എന്താ സംഭവം എന്ന് അറിയട്ടെ, എന്നാലാണ് ആ സംശയം പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് തോന്നുന്ന ആ സംശയം അത്രേ ഉള്ളൂ, എന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ള, എല്ലാവരും അറിയണം ഇത്. എൻ്റെ മകന് ഈ മരണപ്പെടാനുള്ള രോഗം കൊണ്ടാണ് ആസ്പത്രിയിൽ ഞാൻ എൻ്റെ മകനെ കൊണ്ട് ചെന്നതെങ്കിൽ, അല്ലെ എൻ്റെ മകൻ ചെന്നതെങ്കിൽ ഏത് നിമിഷവും മരണപ്പെടാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് പിന്നീടാണ് അമ്മ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് അറിയാമായിരുന്നെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇവർ സർജറി ചെയ്തിട്ട് ആ ഒരു 15 മിനിറ്റ് പോലും ഐസ്ക്രീമിൽ കിടത്താതെ എല്ലാവരും ഉപയോഗിക്കുന്ന ബാത്റൂം ഉപയോഗിക്കാനും എല്ലാ ആൾക്കാരെല്ലാവരും കിടക്കുന്ന ആ ഒരു വാർഡിൽ കൊണ്ട് കിടത്താനും ഇവർ തയ്യാറായി. അത്രയും കാര്യമായിട്ട് നോക്കേണ്ടതല്ലേ? അവർക്കല്ലേ അറിയുള്ളൂ മരണപ്പെടാനുള്ള രോഗം കൊണ്ടാണ് ചെന്നിരിക്കുന്നതെന്ന്. സർജറി അതിൻ്റെ പേരില്ല സർജറി ചെയ്യുന്നല്ലേ അവർക്കല്ലേ അറിയത്തുള്ളൂ. അവർ പിന്നെ ഉടനെ തന്നെ ഒരു 15 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് വാർഡിൽ കൊണ്ട് കിടത്തി കാര്യമായിട്ട് യാതൊരു ചികിത്സയും ചെയ്യാണ്ട് ഉപ്പുവെള്ളം സ്പ്രേ ചെയ്തോ. ഉപ്പുവെള്ളമാണ് എന്ത് വെള്ളമാണെന്ന് ഞാനെങ്ങനെ മനസ്സിലാക്കും? എൻ്റെ മകൻ്റെ തോടെയെല്ലാം എന്ത് ചൂരുണ്ട് നാശിഞ്ഞായിരുന്നത്. ഈ പോക്ക് ഞാനോട് ഇവിടുത്തെ പോക്കാ പോകണമെന്ന് മരിക്കാൻ ഞാൻ വിചാരിച്ചാൽ വെറുതെ കൂളായിട്ട് എൻ്റെ മകനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. തീരെ അവസ്ഥയിൽ 10-90 വയസ്സായ ആൾക്കാരെ തീരെ അവസ്ഥയിൽ ആംബുലൻസ് കൊണ്ടുപോകണമെന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. നമുക്ക് അങ്ങനെയുള്ള ചിന്തയൊക്കെയല്ലേ ഉള്ളായിരുന്നു. ജനിച്ചപ്പോൾ തുടങ്ങി ഈ ആശുപത്രി പോണ കാലം വരെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എൻ്റെ മകൻ. ഏതിന് ഞങ്ങൾ ഒന്നിച്ചേ നടക്കാറുള്ളൂ. ഇപ്പോൾ പോലും ആൾക്കാർ ദൂരെ നിന്ന് വണ്ടിക്കൊക്കെ വരുന്നവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് മകൻ എന്തെന്ന് ചോദിക്കും. എല്ലാവർക്കും അറിയാം എൻ്റെ മകൻ എൻ്റെ ഒപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് നടക്കുന്നത്. ഒരു റേഷൻ കടയിൽ പോയാലും അവർ ചോദിക്കും മോനെത്തിയാൽ. എല്ലാവർക്കും അറിയാവുന്നൊരു പഞ്ചഭാവം പിടിച്ച മകനായിരുന്നു. അല്ലാണ്ട് ആർക്കും ഒരു ദോഷം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ കാലം വരെ ഒരാൾ പോലും പറയില്ല. അത്രയും പാവം മനുഷ്യന്. 2023 ഏപ്രിൽ മാസം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ വിൻസെന്റ് ജോസഫ് മരിച്ചത്.
വിൻസെന്റ് ജോസഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കഴിഞ്ഞ 1.5 വർഷമായി മാതാവായ മെറീന വർഗീസ് മുട്ടാത്ത വാതിലുകളില്ല, കയറാത്ത ഓഫീസുകളുമില്ല. അവർ നടത്തിയ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഫലം കണ്ടു. കേസിൽ ഒരുപാട് പരാതികൾ കൊടുത്തു. പോലീസ് പരാതികൾ പാടെ അവഗണിച്ചു. അപ്പം പരാതിയിൽ കഴമില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഇത് ശക്തമായി പോരാടി. പോലീസ് സ്റ്റേഷനിൽ മിക്ക ദിവസം പോലീസ് സ്റ്റേഷൻ തന്നെ ചെയ്തു. അവിടെ എല്ലാം കയറി ഇറങ്ങുമായിരുന്നു. പിന്നെ എന്തോ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു പേപ്പർ വന്ന് ശരിയായി. കളമശ്ശേരി പോലീസ്, മെഡിക്കൽ കോളേജ്, ഫോറൻസിക് വിഭാഗം, തഹസിൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തുടർന്ന് വിൻസെന്റ് ജോസഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് 95 കേരള, കാക്കനാട്.